ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗതാഗത മാർഗത്തെക്കുറിച്ചാണ്. അതിൽ റോഡ് ഗതാഗതം, ജലഗതാഗതം, റെയിൽവേ ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോകൾ കാണാത്തവർ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യോമ ഗതാഗതത്തെക്കുറിച്ചാണ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റുമാണ്. ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റും. റൈറ്റ് സഹോദരന്മാർ വിമാനം ആദ്യമായി പറത്തിയത് 1903 ഡിസംബർ 17. 1903 ഡിസംബർ 17. ലോകത്തിലെ ആദ്യത്തെ ദേശീയ വിമാന കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇമ്പീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ കമ്പനി ഇമ്പീരിയൽ എയർവേയ്സ്. 1927 കെയ്റോ ടു ന്യൂഡൽഹിയാണ്. 1927 കെയ്റോ ടു ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ വിമാന കമ്പനി ഇമ്പീരിയൽ എയർവേയ്സ് ആണ്. കറാച്ചി ടു ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായി വ്യോമഗതാഗതം ആരംഭിച്ച വർഷം 1911. ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ ആരംഭിച്ചതും 1911. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953 ആഗസ്റ്റ് 1. 1953 ആഗസ്റ്റ് 1. ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിനു കീഴിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ഓർവില്ലി റൈറ്റും വിൽബർ റൈറ്റും USA-കാരാണ്. റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തിയ വർഷം 1903 ഡിസംബർ 17. ലോകത്തിലെ ആദ്യ ദേശീയ വിമാന കമ്പനിയാണ് ഇമ്പീരിയൽ എയർവേയ്സ് ബ്രിട്ടൻ. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ കമ്പനി ഇമ്പീരിയൽ എയർവേയ്സ്. 1927 കെയ്റോ ടു ന്യൂഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനി ഇമ്പീരിയൽ എയർവേയ്സ്. കറാച്ചി ടു ഡൽഹി. ഇന്ത്യൻ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911. ഇന്ത്യയിൽ ആദ്യമായി എയർ മെയിൽ ആരംഭിച്ചതും 1911. ഇന്ത്യൻ വ്യോമയാന മേഖല ദേശസാൽക്കരിച്ചത് 1953 ആഗസ്റ്റ് 1. ആഭ്യന്തര വ്യോമഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് വ്യോമയാന മന്ത്രാലയത്തിനു കീഴിൽ. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് രൂപീകൃതമായത് 1932. സ്ഥാപകൻ JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് കറാച്ചി ടു ചെന്നൈ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് നടത്തിയ വിമാനമാണ് പുസ്മോത്ത്. പുസ്മോത്ത്. ആദ്യ സർവീസിലെ പൈലറ്റ് JRD ടാറ്റ. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനും JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാനും JRD ടാറ്റയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് രൂപീകൃതമായത് 1932. സ്ഥാപകൻ JRD ടാറ്റ. ആദ്യ സർവീസ് കറാച്ചി ടു ചെന്നൈ. ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ സർവീസ് നടത്തിയ വിമാനം പുസ്മോത്ത്. പൈലറ്റ് JRD ടാറ്റ.
ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനും JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യ ചെയർമാൻ JRD ടാറ്റ. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ഇന്ത്യയിലെ ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ വനിത ഗുജ്ജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. വ്യോമഗതാഗത മേഖലയിലെ ആദ്യ വനിതകളെ ഒരിക്കൽ കൂടി നോക്കാം. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീഖ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ആദ്യ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ആദ്യ വനിത ഗുർജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളും അവയുടെ പ്രത്യേകതകളും നോക്കാം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ആദ്യ ഏഷ്യ പസഫിക് മേഖലയിലെ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത നോക്കാം. സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളം. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ആദ്യ ഏഷ്യ പസഫിക് മേഖലയിലെ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക്ക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട്, ലഡാക്കിലെ ലേ. കുഷോക്ക് ബാക്കുള റിംപോച്ചെ എയർപോർട്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരു. ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ. കളർ കോഡ് മാപ്പ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജയ്പൂർ വിമാനത്താവളം. റൺവേയുടെ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ വിമാനത്താവളം, വാരണാസി. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സിംഗിൾ റൺവേ എയർപോർട്ടാണ് ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി കടൽ പാലത്തിൽ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് അഗത്തി വിമാനത്താവളം, ലക്ഷദ്വീപ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുഷോക്ക് ബാക്കുള റിംപോച്ചെ വിമാനത്താവളം, ലേ, ലഡാക്ക്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം, ബാംഗ്ലൂരു.
ആധാർ നമ്പർ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കെമ്പഗൌഡ എയർപോർട്ട്. കളർ കോഡ് മാപ്പ് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജയ്പൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളം. റൺവേയുടെ താഴെ നാഷണൽ ഹൈവേ നിലവിൽ വരുന്ന ആദ്യ വിമാനത്താവളമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട്, വാരണാസി. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള സിംഗിൾ റൺവേ വിമാനത്താവളമാണ് ഛത്രപതി ശിവജി മഹാരാജ് എയർപോർട്ട്. ഇന്ത്യയിലാദ്യമായി കടൽപ്പാലത്തിൽ റൺവേ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം അഗത്തി വിമാനത്താവളം, ലക്ഷദ്വീപ്. ഗ്രീൻഫീൽഡ് വിമാനത്താവളം. നിലവിലുള്ള ഒരു വിമാനത്താവളത്തിന് വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനാവാതെ വരുമ്പോൾ അതിനു പകരം സ്ഥാപിക്കുന്ന വിമാനത്താവളങ്ങളാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളവും രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാക്യോങ് വിമാനത്താവളം, സിക്കിം. ഇന്ത്യയിലെ 100ാമത്തെ വിമാനത്താവളമാണ് പാക്യോങ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കി ടിബറ്റിൽ ചൈന സ്ഥാപിച്ച വിമാനത്താവളമാണ് ഗൻസ എയർപോർട്ട്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ രണ്ടാമത്തെ വിമാനത്താവളവും രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് പാക്യോങ് എയർപോർട്ട്, സിക്കിം. ഇന്ത്യയിലെ 100ാമത്തെ വിമാനത്താവളവും പാക്യോങ് ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കാസി നസ്രുൽ ഇസ്ലാം വിമാനത്താവളം, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാൾ. കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കും വിമാനയാത്ര സാധ്യമാക്കി ടിബറ്റിൽ ചൈന സ്ഥാപിച്ച വിമാനത്താവളമാണ് ഗൻസ വിമാനത്താവളം. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം, ലക്നൗ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ലോക്പ്രിയ ഗോപിനാഥ് ബർത്തോളി വിമാനത്താവളം, ഗുവാഹത്തി. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, അഹമ്മദാബാദ്. ബച്ചിപ്പെ വിമാനത്താവളം, കർണാടക, മാംഗ്ലൂർ. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം, മുംബൈ. ഡോക്ടർ ബാബാ സാഹേബ് അന്താരാഷ്ട്ര വിമാനത്താവളം, നാഗ്പൂർ. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം, നാഗ്പൂർ. ഇത്രയും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം, ലക്നൗ. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി.
ലോക്പ്രിയ ഗോപിനാഥ് ബർത്തോളി അന്താരാഷ്ട്ര വിമാനത്താവളം ഗുവാഹത്തി. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ബച്ചിപ്പെ വിമാനത്താവളം കർണാടക മാംഗ്ലൂർ. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ അന്താരാഷ്ട്ര വിമാനത്താവളം നാഗ്പൂർ. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. രാജധാനി വിമാനത്താവളം അമൃത്സർ. ദേവി അഹല്യഫായി ഹോൾക്കർ വിമാനത്താവളം ഇൻഡോർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം പാട്ന. ഡബോളിംഗ് വിമാനത്താവളം ഗോവ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സർ. രാജധാനി വിമാനത്താവളം അമൃത്സർ. ദേവി അഹല്യഫായി ഹോൾക്കർ വിമാനത്താവളം ഇൻഡോർ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത. വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ. ശ്രീ സത്യസായി വിമാനത്താവളം പുട്ടപർത്തി. സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം പാട്ന. ഡബോളിംഗ് വിമാനത്താവളം ഗോവ. കുഷോക്ക് ബാക്കുള റെംബോച്ചെ വിമാനത്താവളം ലേ. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. തുലിഹാർ വിമാനത്താവളം ഇംഫാൽ. മീനമ്പാക്കം വിമാനത്താവളം ചെന്നൈ. ഹിന്ദുസ്ഥാൻ എയർപോർട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. കുഷോക്ക് ബാക്കുള റിംബോച്ചെ വിമാനത്താവളം ലേ. ബിർസ മുണ്ട വിമാനത്താവളം റാഞ്ചി. ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ. ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂർ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. തുലിഹാർ വിമാനത്താവളം ഇംഫാൽ. മീനമ്പാക്കം അന്താരാഷ്ട്ര വിമാനത്താവളം ചെന്നൈ. ഹിന്ദുസ്ഥാൻ എയർപോർട്ട് ലിമിറ്റഡ് ബാംഗ്ലൂർ. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപ്. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം വാരണാസി. അണ്ണ എയർപോർട്ട് ചെന്നൈ. രാജ ഫോജ് എയർപോർട്ട് ഭോപ്പാൽ. ഗുരു റാം ദാസ് ജി വിമാനത്താവളം അമൃത്സർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപ്. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ.
ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം വാരണാസി, അണ്ണ എയർപോർട്ട് ചെന്നൈ, രാജാ ഭോജ് എയർപോർട്ട് ഭോപ്പാൽ, ഗുരു റാംദാസ് ജി വിമാനത്താവളം അമൃത്സർ. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകൾ നോക്കാം. പോർട്ട് ബ്ലെയർ വിമാനത്താവളം, പുതിയ പേര് വീർ സവർക്കർ എയർപോർട്ട്. ഡംഡം വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ആഗ്ര വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ദീൻ ദയാൽ വിമാനത്താവളം. അഗർത്തല വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് മഹാരാജ ബീർ ബിക്രം വിമാനത്താവളം. മഹാരാജ ബീർ ബിക്രം വിമാനത്താവളം. ജോളി ഗ്രാൻഡ് വിമാനത്താവളം, പുതിയ പേര് AB വാജ്പേയി വിമാനത്താവളം. ചാർസുഗുഡ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് വീർ സുരേന്ദ്ര സായ് വിമാനത്താവളം. വിമാനത്താവളങ്ങളുടെ പുതിയ പേരുകൾ ശ്രദ്ധിക്കാം. പോർട്ട് ബ്ലെയർ വിമാനത്താവളം വീർ സവർക്കർ. ഡംഡം വിമാനത്താവളം, പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം. ആഗ്ര വിമാനത്താവളം, പുതിയ പേര് ദീൻ ദയാൽ വിമാനത്താവളം. അഗർത്തല വിമാനത്താവളം, പുതിയ പേര് മഹാരാജ് ബീർ ബിക്രം. ജോളി ഗ്രാൻഡ് വിമാനത്താവളം, പുതിയ പേര് AB വാജ്പേയി വിമാനത്താവളം. ജാർസുഗുഡ വിമാനത്താവളം, പുതിയ പേര് വീർ സുരേന്ദ്ര സായ് വിമാനത്താവളം. കേരളത്തിലെ വിമാനത്താവളങ്ങളും പ്രത്യേകതകളും നോക്കാം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. 1 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, 2 നെടുമ്പാശ്ശേരി, 3 കോഴിക്കോട് വിമാനത്താവളം, 4 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം കേരളം, 4 എണ്ണം. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് നിലവിൽ വന്ന ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളം. തിരുവനന്തപുരത്തേക്ക് വിമാനയാത്രാ സർവീസ് ആരംഭിച്ചത് 1964. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്തർദേശീയ വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും തിരുവനന്തപുരമാണ്. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളം. തിരുവനന്തപുരത്തേക്ക് വിമാന സർവീസ് ആരംഭിച്ചത് 1964. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് VK കൃഷ്ണമേനോൻ വിമാനത്താവളം. നിലവിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയ കമ്പനി അദാനി ഗ്രൂപ്പ്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി.
നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മറ്റൊരു പേര് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രി. സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1999. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ എയർപോർട്ടും നെടുമ്പാശ്ശേരിയാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. പൊതു സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളവും നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മറ്റൊരു പേര് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രി. സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1999. 12 മെഗാവാട്ട് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ എയർപോർട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. കോഴിക്കോട് വിമാനത്താവളം. മറ്റൊരു പേര് കരിപ്പൂർ വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഉദ്ഘാടനം ചെയ്ത വർഷം 1988. അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 2006. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ ആദ്യ വിദേശ കമ്പനിയാണ് ശ്രീലങ്കൻ എയർലൈൻസ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. മറ്റൊരു പേര് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ഉദ്ഘാടനം ചെയ്ത വർഷം 1988. അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 2006. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ ആദ്യ വിദേശ കമ്പനിയാണ് ശ്രീലങ്കൻ എയർലൈൻസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്നത് മൂർഖൻ പറമ്പ്, കണ്ണൂർ. ശിലാസ്ഥാപനം നടത്തിയത് 2010 ഡിസംബറിൽ VS അച്യുതാനന്ദൻ. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും സുരേഷ് പ്രഭുവും ചേർന്ന് 2018 ഡിസംബർ 9. നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്ര. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ V തുളസീദാസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. സ്ഥിതി ചെയ്യുന്നത് മൂർഖൻ പറമ്പ്, കണ്ണൂർ. ശിലാസ്ഥാപനം നടത്തിയത് 2010 ഡിസംബറിൽ VS അച്യുതാനന്ദൻ. ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും സുരേഷ് പ്രഭുവും ചേർന്ന് 2018 ഡിസംബർ 9. നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി കിൻഫ്ര. ആദ്യ മാനേജിംഗ് ഡയറക്ടർ V തുളസീദാസ്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഇത് അന്താരാഷ്ട്ര വിമാനത്താവളമല്ല. ഇത് പ്രവർത്തിക്കുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിലെ 5ാമത്തെ നിർദ്ദിഷ്ട എയർപോർട്ടാണ് ശബരിമല വിമാനത്താവളം. സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ചെറുവള്ളി എസ്റ്റേറ്റ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഇത് അന്താരാഷ്ട്ര വിമാനത്താവളമല്ല. ഇതിൻ്റെ പ്രവർത്തനം ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിലെ 5ാമത്തെ നിർദ്ദിഷ്ട വിമാനത്താവളമാണ് ശബരിമല വിമാനത്താവളം. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ചെറുവള്ളി എസ്റ്റേറ്റ്. ടാറ്റ എയർലൈൻസിൻ്റെ പേര്
എയർ ഇന്ത്യ എന്നാക്കിയ വർഷം 1946. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. നിലവിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനമാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് വിമാനം പറത്തിയ പൈലറ്റ് ക്യാപ്റ്റനാണ് KR ഗുസ്തർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21 അമേരിക്കയിലേക്ക്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസാണ് ബോംബെ ടു ലണ്ടൻ. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്നാക്കിയത് 1946. രൂപീകൃതമായപ്പോൾ എയർ ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. നിലവിൽ എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. ആദ്യ രാജ്യാന്തര സർവീസ് നടത്തിയ എയർ ഇന്ത്യയുടെ വിമാനമാണ് മലബാർ പ്രസിഡന്റ്. ആദ്യ രാജ്യാന്തര സർവീസ് പറത്തിയ പൈലറ്റ് KR ഗുസ്താർ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജെറ്റ് വിമാന സർവീസ് എയർ ഇന്ത്യ തുടങ്ങിയത് 1960 ഫെബ്രുവരി 21 അമേരിക്കയിലേക്ക്. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡ് നിലവിൽ വന്നത് 1948 മാർച്ച് 8. എയർ ഇന്ത്യ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ അന്താരാഷ്ട്ര സർവീസാണ് ബോംബെ ടു ലണ്ടൻ. എയർ ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വരാൻ കാരണമായ ആക്ട് എയർ കോർപ്പറേഷൻ ആക്ട് 1953. എയർ കോർപ്പറേഷൻ ആക്ട് 1953. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്നത് 1953 ആഗസ്റ്റ് 1. ഇന്ത്യൻ എയർലൈൻസിന്റെ മറ്റൊരു പേര് ഇന്ത്യൻ. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനികൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ആയി മാറിയത് 2007 ആഗസ്റ്റ് 1. എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കൂടിച്ചേർന്ന് നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യ ആയി മാറിയത് 2007 ആഗസ്റ്റ് 1. നാഷണൽ ഏവിയേഷൻ കമ്പനി ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് നെയിം എയർ ഇന്ത്യ ലിമിറ്റഡ്. NACALന്റെ രജിസ്ട്രാർഡ് ഓഫീസ് ന്യൂഡൽഹി. NACALന്റെ കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈ. NACALന്റെ ഔദ്യോഗിക ചിഹ്നം കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം. കൊണാർക്കിലെ ചക്രം ആലേഖനം ചെയ്ത പറക്കുന്ന അരയന്നം. NACALന്റെ ആദ്യ സർവീസ് നടത്തിയത് മുംബൈ ടു ന്യൂയോർക്ക്. ആദ്യ സർവീസ് മുംബൈ ടു ന്യൂയോർക്ക്. ദേശീയ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ കമ്പനിയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. നിലവിൽ വന്നത് 1990. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് രൂപീകരിക്കാൻ കാരണമായ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഓപ്പൺ സ്കൈസ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസാണ് ഇൻഡിഗോ. ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ഇൻഡിഗോ. ജെറ്റ് എയർവേസ് രൂപീകൃതമായത് 1993. ഇന്ത്യയിലെ ആദ്യത്തെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയാണ് എയർ ഡെക്കാൻ. ചെലവ് കുറഞ്ഞ വിമാന കമ്പനി എയർ ഡെക്കാൻ. എയർ ഡെക്കാൻ നിലവിൽ വന്നത് 2003 ആഗസ്റ്റ് 25-ന്. എയർ ഡെക്കാൻ്റെ ആദ്യ വിമാന സർവീസ് ബാംഗ്ലൂർ ടു മംഗലാപുരം. എയർ ഡെക്കാൻ്റെ ആദ്യ വിമാന സർവീസ് ബാംഗ്ലൂർ ടു മംഗലാപുരം. എയർ ഡെക്കാനെ ഏറ്റെടുത്ത വിമാന കമ്പനി കിംഗ്ഫിഷർ എയർലൈൻസ്. കിംഗ്ഫിഷർ എയർലൈൻസ് രൂപീകൃതമായ വർഷം 2003. എയർബസ് A320 വിമാനം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയാണ് കിംഗ്ഫിഷർ. ഇന്ത്യയിലെ വിമാന കമ്പനികളുടെ ആപ്തവാക്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദി സ്കൈ. എയർ ഇന്ത്യ, യുവർ പാലസ് ഇൻ ദി സ്കൈ. ഇന്ത്യൻ എയർലൈൻസ്, ഫ്ലൈ സ്മാർട്ട് ഫ്ലൈ. ജെറ്റ് എയർവേസ്, ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. ദി ജോയ് ഓഫ് ഫ്ലൈയിങ്. എയർ ഡെക്കാൻ, സിംപ്ലി ഫ്ലൈ. എയർ ഏഷ്യ, നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. നൗ എവരിവൺ ക്യാൻ ഫ്ലൈ. എയർ ഇന്ത്യ എക്സ്പ്രസ്, സിംപ്ലി പ്രൈസ്ലെസ്. സ്പൈസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. സ്പൈസ് ജെറ്റ്, ഫ്ലൈയിങ് ഫോർ എവരിവൺ. ISO 9001:2008 സർട്ടിഫിക്കേഷൻ കിട്ടിയ ആദ്യ ഏവിയേഷൻ കമ്പനിയാണ് പവൻ ഹാൻസ് ഹെലികോപ്റ്റേഴ്സ് ലിമിറ്റഡ്. ചരക്കു നീക്കം നടത്തുന്ന ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനിയാണ് ബ്ലൂ ഡാർട്ട് ഏവിയേഷൻ. ഇന്ത്യയിൽ അന്തർദേശീയ വിമാനത്താവളങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകൃതമായ സ്ഥാപനമാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1972. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1972. ആഭ്യന്തര വിമാനങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1986. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 1995 ഏപ്രിൽ 1. ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് രൂപീകൃതമായ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 1995 ഏപ്രിൽ 1. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നത് 2009. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ആസ്ഥാനം ബാംഗ്ലൂർ. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി, റായ്ബറേലി, ഉത്തർപ്രദേശ്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. രാജീവ് ഗാന്ധി നാഷണൽ ആവിയേഷൻ യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി.
നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഗോണ്ടിയ, മഹാരാഷ്ട്ര. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ഗോണ്ടിയ, മഹാരാഷ്ട്ര. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ISROയും സംയുക്തമായി വികസിപ്പിച്ച നാവിഗേഷൻ സിസ്റ്റമാണ് ഗഗൻ. ഇതോടുകൂടി വ്യോമഗതാഗതം അവസാനിച്ചു. പ്രിലിമിനറി എക്സാമിനായിട്ടുള്ള ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളെല്ലാമായി നേരത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.